നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നിറപ്പകട്ടോടു കൂടി ഒരു ദൃശ്യവിരുന്ന്. വെൽക്കം ടു ജീസസ് കിഡ്സ്. അനുഭവങ്ങളിലൂടെ കോർത്തിണക്കിയ ജീവിത പാഠങ്ങളുമായി നമ്മുടെ കൂട്ടുകാരിതാ ഒരുങ്ങിയെത്തുന്നു. കാണാം കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ ഗംഭീർ, മോൻ പോയി വല്ലതും കഴിക്ക്. എത്ര നേരായി ഇരിപ്പിരിക്കുന്നേ? ഓ സാരില്ലമ്മേ. ആ, ഈ അമ്മ കാരണം മോന് വല്ലാത്ത കഷ്ടപ്പാടായില്ലേ? അമ്മ എന്താണ് ഈ പറയണത്? മോൻ കളിച്ച് നടക്കേണ്ട സമയത്ത് എന്നെ നോക്കിയിരിക്കേണ്ട ഗതികേട് വന്നില്ലേ? അതൊന്നും കുഴപ്പമില്ലെന്ന്. പക്ഷേ മരുന്ന് വാങ്ങാനും അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനും ഒരുപാട് പണം വേണം. അത് എവിടുന്ന് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണത്. മോന്റെ കൂട്ടുകാരോട് ചോദിച്ചാ കുറച്ച് പണം കിട്ടുമോ? ആരോട്? വാങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന്. ഈശ്വര, എന്റെ മോന് എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കണേ. ദൈവാശ്രയം, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പാവം കുട്ടി. തമ്പുരാനെ കാത്തോളെ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഈശോയെ, എൻ്റെ അമ്മയുടെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അമ്മൻ സാറിനെ കണ്ട ചിലപ്പോ എന്തെങ്കിലും വഴി കണ്ടെത്താതിരിക്കില്ല. എന്തായാലും വമ്പൻ സാറിനെ ഒന്ന് കാണുക തന്നെ. അമ്മേ, ഞാനിപ്പോ വരാട്ടാ. അല്ല, മോൻ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വമ്പൻ സാറിന്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. മോൻ വല്ലതും കഴിച്ചോ? കഴിക്കാമേ. അമ്മ കിടന്നോ? ആ ശരി മോനെ. കർത്താവേ, ഒരു വഴി കാണിച്ചു തരണേ. ക്ലബിലെല്ലാവരും ഇപ്പോൾ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. കോബ്രച്ചേട്ടൻ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. എന്തായാലും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും എത്തിക്കാണും. വമ്പൻ സാറേ. ആഹാ, എന്താ ഗംഭീർ നടുവഴിയിൽ നിൽക്കുന്നത്? സാറേ, ഞാൻ സാറിനൊന്ന് കാണാനിറങ്ങിയതാ. എന്നിട്ടെന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അത് പിന്നെ സാറിനെ എവിടെ അന്വേഷിക്കുന്ന അറിയാണ്ട് ഞാൻ ആലോചിച്ചു നിന്നതാ. ആട്ടെ, എന്താ കാര്യം? അത് പിന്നെ സാറേ, ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. ദിവസം കഴിയും തോറും വേദനയും വിഷമമൊക്കെ കൂടി വരാ.
കരയാതെ ഗംഭീർ. എന്നെ കൊണ്ട് ഗംഭീറിന് എന്താണ് ആവശ്യം? സാറേ, മരുന്ന് വാങ്ങാനും അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനും ഒരു ചില്ലി കാശ് എന്റെ കയ്യിലില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കാതെ, എല്ലാം ദൈവം ക്രമീകരിക്കും. പണം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കും? ചികിത്സയ്ക്ക് ഒത്തിരി ചെലവുണ്ടാകുമെന്നാ പറഞ്ഞത്. അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്നേ. ഇന്ന് നമ്മുടെ ക്ലബിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇലക്ഷനല്ലേ? അല്പം വൈകിപ്പോയി. എന്തായാലും ഞാൻ ക്ലബിൽ കാര്യം അവതരിപ്പിച്ച ഒരു വഴി കണ്ടു. വളരെ ഉപകാരം സാറ്. ശരി ശരി. അല്ല, ഗംഭീർ വരുന്നുണ്ടോ ക്ലബിലേക്ക്? സാറേ, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. ഓക്കെ, എങ്കിൽ ശരി. ഗംഭീർ അമ്മയുടെ അടുത്തേക്ക് പോയിക്കൊള്ളൂ. ബാക്കി കാര്യം ഞാൻ അറിയിക്കാം കേട്ടോ. സാറേ, എല്ലാവരെയും മന്ത്രിനെ വെക്ക്. മരം വെട്ടി തേരെടുത്ത് വെട്ട്. നാടാകെ കാടൊക്കെ ഇല്ലാതായി. ചെക്ക് പറഞ്ഞു അത് തന്നെ. ഇനി എന്ത് ചെയ്യും? അതൊരു നല്ല നീക്കായിരുന്നു ബീബി. പീസിന്റെ പോലെ കളിക്കുമല്ലോ. ഈ രാജാവിനാണ് പ്രശ്നം. രാജാവില്ലായിരുന്നു ഈ കളി എന്ത് സുഖമായിരുന്നു. ഈ മന്ത്രി അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. ശരിക്കും വെക്ക്. കട്ട് ചെയ്തു. പപ്പീസും കളി പിടിച്ചേ. അങ്ങനെയാ കാര്യങ്ങള്. ഇത്ര നേരമായിട്ടും സാർ കണ്ടില്ലല്ലോ. സാറ് നേരത്തെ വരാന്ന് പറഞ്ഞാണല്ലോ. അതെ അതെ. മറ്റെന്തെങ്കിലും തിരക്കായി കാണും. എന്തായാലും സാറ് വരാതിരിക്കില്ല. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ളതല്ലേ. നമുക്ക് ഈ വർഷം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നേരാ. മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രവർത്തനം ക്ലബ് ഏറ്റെടുത്തേ പറ്റൂ. തീർച്ചയായും നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ കൂട്ടായ്മ എന്നും നിലനിൽക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. തീർച്ചയായും നിലനിൽക്കും. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മതി. അതെ എല്ലാവരും എത്തിയല്ലോ. ഞാൻ അല്പം വൈകിപ്പോയി. ഇരിക്കി. നിങ്ങളൊക്കെ നേരത്തെ കുറച്ച് നേരമായി എത്തിയിട്ട്. ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. പിന്നെ ഗംഭീർ എന്നെ കാണാൻ വന്നിരുന്നു. അവന്റെ വിഷമവും പരിഭവവും കേട്ട് വഴിയിൽ അല്പം നേരം പോയി. ഓരോരുത്തർക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാടുകളെ. പാവം ഗംഭീർ, അവന്റെ അമ്മയുടെ അസുഖം, അതാ അവന്റെ പ്രശ്നം. അസുഖം ഒരു പ്രശ്നമാ. അതിലുപരി സാമ്പത്തികം, അതാണ് പ്രധാന പ്രശ്നം. ശരിയാ ശരിയാ സാമ്പത്തിക പ്രശ്നമാ. ഗംഭീറിന്റെ മാത്രമല്ല, എല്ലാവരുടെയും പ്രശ്നം പണമാ. അതുകൊണ്ട് ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നിർധനരായ ആളുകൾക്ക് വേണ്ടി ഒരു ജീവകാരുണ്യ പദ്ധതി. അതെന്താണാവോ? അതെന്ത് പദ്ധതിയായിരിക്കും? നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങൾ എന്തിനും തയ്യാറാണ് സാർ. അതെ സാർ, ഞങ്ങൾ എല്ലാറ്റിനും റെഡി. ഓക്കെ, നമ്മൾ ഒരു പണസമാഹരണ യത്നം നടത്തുന്നു. പണസമാഹരണമോ? പണസമാഹരണം സാറേ, പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ ക്ലബിൽ ഒരു ഡൊണേഷൻ ബോക്സ് വെക്കുന്നു. ക്ലബിൽ വരുന്നവർ അവനവന്റെ പണം അതിൽ നിക്ഷേപിക്കുന്നു. അത് കൊള്ളാമല്ലോ. അതെ അതെ അതെ. ആ പണം ഗംഭീറിന്റെ അമ്മയെ പോലെയുള്ളവർക്ക് സഹായിക്കാൻ കൊടുക്കുന്നു. കുറച്ച് പണമല്ലേ സാർ ഉണ്ടാവൂ? അതാ പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്ന്. നമ്മൾ അനാവശ്യമായി ചെലവാക്കുന്ന പണം ഡൊണേഷൻ ബോക്സിൽ നിക്ഷേപിക്കുന്നു. ശരി, എങ്കിൽ ഡൊണേഷൻ ബോക്സ് സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല പപ്പീസിനാണ്. ഓക്കേ സാർ, ഓക്കേ. ഇതാ ഡൊണേഷൻ ബോക്സിന്റെ ഉദ്ഘാടനം എന്റെ വക. താങ്ക് യു സാർ. എങ്കിൽ നമുക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കാം. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഗംഭീറിന്റെ സാമ്പത്തിക പ്രശ്നം ഒരു പരിധി വരെ തീർന്നു. അതെ സാറേ, ഗംഭീർ ഇപ്പൊ വളരെ ഹാപ്പിയാ. നമുക്കുള്ള പ്രതിഫലം ഗംഭീറിനെ പോലെയുള്ളവരുടെ സന്തോഷമാണ്. പറഞ്ഞത് ശരിയാ. ആ കോവർ ചേട്ടന് ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്. നമുക്ക് സഹായിച്ചാലോ? തീർച്ചയായും വേണം സാർ. നിങ്ങൾ ഈ ഡൊണേഷൻ ബോക്സ് തുറന്ന് കളക്ഷൻ എടുക്ക്. നാളെ നമുക്ക്
കോവറച്ചേട്ടന് പണം എത്തിച്ചു കൊടുക്കാം. ആ ശരി സാർ. അപ്പീസ തുറക്ക്. അയ്യോ, എന്തിപ്പോ കഥ? എന്ത് പറ്റി? എന്താ ഇത്? ഈ പ്രാവശ്യം ആരും പണമിട്ടില്ലേ? അയ്യോ, പിന്നെ ഇടാതെ. ആ, ഞാൻ 2-3 പ്രാവശ്യം പണം ഇട്ടതാ സാറേ. ഞാനും ഇട്ടതാ സാർ. പിന്നെ ആ പണമൊക്കെ എവിടെ? എന്ത് കഥ? കാര്യായി. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ പണമിട്ടെന്ന് കളവ് പറയുകയാണ്, അല്ലെങ്കിൽ പണം മോഷണം പോയി. മോഷണം പോയി. ഇതിപ്പോ എന്താ ഇങ്ങനെ ചെയ്യാ? ശ്ശെടാ. നിങ്ങളിൽ ആരൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ച. അയ്യോ. ആര് തെറ്റ് ചെയ്താലും ദൈവം പൊറുക്കില്ല. കാരണം ഇത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടിയ പണമാണ്. സാറ് പറഞ്ഞത് ശരിയാട്ടാ. എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഷെടാ, ഇത് ആരാ എടുത്തത്? ഹ, കഷ്ടമായി പോയി. ആ പണം എവിടെ പോയി? സാറേ, ആ, എന്തായാലും നിങ്ങൾ ഡൊണേഷൻ ബോക്സിൽ പണം നിക്ഷേപിച്ച സ്ഥിതിക്ക് പണം കളവ് പോകാനാണ് സാധ്യത. അതും നിങ്ങളിൽ ആരോ ഒരാളായിരിക്കും. എന്റെ അമ്മ. നമ്മളിൽ നിങ്ങൾ ആര് ചെയ്താലും തെറ്റ് തിരുത്താൻ ഞാനൊരു അവസരം തരാം. എന്താ? ആരെടുത്തിട്ടുണ്ടാവാ? ചെയ്യപ്പം നിങ്ങൾ എടുത്ത തുക എത്രയാണോ അതിന്റെ ഇരട്ടി തുക എടുത്തവർ ആരൊക്കെയാണോ അവർ നാളെ എന്റെ വീടിനടുത്തുള്ള പ്രാർത്ഥനാ മുറിയുടെ വാതിലിനടിയിലൂടെ അകത്തേക്കിടുക. നിങ്ങൾ ആരും എന്റെ വീടിന്റെ പ്രാർത്ഥനാ മുറിയിൽ പണം കൊണ്ടിടുന്നവരിൽ ഉണ്ടാകില്ല എന്നാണ് എന്റെ ആഗ്രഹം. ആ, എങ്കിൽ ഞാൻ പോകട്ടെ. നാളെ കാണാം. ശരി സാറേ. ഛെ, മോശായി. ഈശോയെ, ഞാൻ എന്തായി കാണുന്നത്? എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചത് 1-2 കവറുകളാണ്. എന്തായാലും പണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഒരുപാട് പേർക്കുണ്ട്. അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുതിരുത്തണം. മാതാവേ, ഈ കുട്ടികൾക്കിത് എന്തു പറ്റി? ഒട്ടും കുറ്റബോധം തോന്നാതെയാണല്ലോ ഇവർ ഇത് ചെയ്തത്. എത്ര വലിയ പാപത്തിലായി ഈ കുട്ടികൾ അകപ്പെട്ടത്. തിരുത്തണം. തെറ്റു തിരുത്തേണ്ടത് എന്റെ കടമയാ. ഓ സാറോ. ആ, മക്കളെ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. നിങ്ങളെ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയാ, മറ്റൊന്നിനുമല്ല. അഭിനന്ദനമോ? ഞങ്ങള് തെറ്റല്ലേ ചെയ്തത് സാർ? അതെ സാറേ, ഞങ്ങൾ തെറ്റല്ലേ ചെയ്തത്. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വരു കൂട്ടിയ പണം നിങ്ങൾ തിരികെ നൽകിയല്ലോ. ദേ, ഇതാണ് ആ പണം. ഇത്രയും കവറോ? ഇപ്പൊ മനസ്സിലായോ 1-2 ആളുകളല്ല തെറ്റ് ചെയ്തതെന്ന്? നമ്മൾ മനസ്സറിഞ്ഞ് നൽകുന്ന ദാനം തിരികെ എടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് നമ്മൾ എടുത്തത് തെറ്റ്. നിങ്ങളുടെ മനസാക്ഷിയാണ് അത് തിരികെ നൽകിയത്. അതിനാ ഞാൻ നിങ്ങളെ അഭിനന്ദിച്ചത്. മനസ്സിലായോ?
ശരി സാർ. മനസ്സിലായി സാർ. നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാടിന്റെ കഥകളിൽ നിന്നും നാടിന്റെ വിരുദിലേക്ക് ക്രിയാത്മകതയുടെ പുതിയ മേഖലയിലൂടെ ഇതാ മാണിക്കച്ചെപ്പ്. വെൽക്കം ബാക്ക് ടു മാണിക്കച്ചെപ്പ്. മാണിക്കച്ചെപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഭിക്ഷാപാത്രവുമായി നടക്കരുത്. അപ്പം അതിന് യോജിച്ച ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമുക്ക് ആവശ്യം A4 വലുപ്പത്തിലുള്ള ഒരു കടലാസാണ്. ഇവിടെ എൻ്റെ കയ്യിലൊരു കടലാസുണ്ട്. A4 വലുപ്പത്തിലുള്ള കടലാസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം A4 വലുപ്പത്തിലുള്ള കടലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് ചെയ്യാനും ലേസർ പ്രിൻ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കടലാസുകളാണ്. അപ്പോൾ അതുപോലെ നിറമുള്ള കടലാസ് കിട്ടിയില്ലെങ്കിൽ സാധാരണ കടലാസ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പഴയ എന്തോന്നാ ന്യൂസ് പേപ്പറോ ഒക്കെ അല്ലെങ്കിൽ മാസികയുടെ പേപ്പറോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അത്ര മനോഹരമാകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിനെ സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റണം. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ എടുത്തിട്ട് നമ്മൾ ഈ ഇടതുവശത്തുള്ള വക്കിലേക്ക് ഇങ്ങനെ ചേർത്ത് മടക്കും. ഇതെങ്ങനെ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ഈ താഴെയുള്ള ഭാഗമുണ്ട്, താഴെയുള്ള ഈ റെക്റ്റാങ്കിൾ ഭാഗമുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ഈ ബേസിനോട് ചേർത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ കത്രികയോ കത്തിയോ ഉപയോഗിച്ചിട്ട് മുറിച്ച് കളഞ്ഞു. അതിനപ്പോൾ അത് മുറിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ കിട്ടും. ഈ സ്ക്വയർ പേപ്പറിലാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ നമുക്ക് നടുഭാഗം ഒന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ ഇടത്തും വലത്തും വാക്കുകൾ തമ്മിൽ ചേർത്ത് മടക്കും. അത് തുറക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ വാക്കിനെ താഴത്തെ വാക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. അതിനുശേഷം അതും തുറക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഒരു മടക്കുപാട് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 4 മൂലകളും 1, 2, 3, 4 ഈ 4 മൂലകളെ നമ്മൾ ഈ നടുക്ക് സെൻട്രൽ പോയിന്റില്ലേ ആ പോയിന്റിലേക്ക് മടക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ വെക്ക്. ഇനി അടുത്തത് മൂന്നാമത്തെ വെക്ക്. ഇനി നാലാമത്തെ വെക്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും ഈ ഇപ്പം മടക്കിയ 4 കോർണറും ഒന്നുകൂടെ നിവർത്തുന്നു. എന്നിട്ട് ചെയ്യേണ്ടത് ഈ മൂലയെ നമ്മളിപ്പം മടക്കിയ മടക്കുപാടുണ്ടാക്കില്ല, ഈ മടക്കുപാടിലേക്ക് ഒന്ന് മടക്കുന്നു. അതങ്ങനെ ഈ മടക്കുപാടിൽ ഒരേ കൃത്യം വരുന്നു. അങ്ങനെ മടക്കിയതിന് ശേഷം ആ മടക്ക് വീണ്ടും ഒന്നുകൂടെ മടക്കുക. അതായത് കഴിഞ്ഞ പ്രാവശ്യം മടക്കിയ അതേ മടക്ക് മടക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ മടങ്ങി ഉള്ള രീതിയിൽ നമുക്ക് പേപ്പർ കിട്ടും. ഇതിൻ്റെ മൂലയെ ഈ മടക്കുപാടിലേക്ക് മടക്കുക. അതിനുശേഷം അതിനെ വീണ്ടും മടക്കുക. അടുത്ത ഇതും അടുത്ത മൂലയും ഇങ്ങനെ ഈ മടക്കുപാടിലേക്ക് മടക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഈ അവസാനമായിട്ട് നാലാമത്തെ ഇത് അങ്ങനെ തന്നെ. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിനെ നേരെ മറിച്ച് വെക്കാം. അപ്പം ഈ വശം നിങ്ങൾക്ക് അഭിമുഖമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു വരയില്ലേ, അപ്പം ആ ഒരു വരയിൽ കൂടിയാണ് നമ്മൾ മടക്കാൻ പോകുന്നത്. അത്രയും ഭാഗം നമ്മൾ പുറകോട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതാ ഇവിടെ ഇങ്ങനെ മടക്കും. ഇതിൻ്റെ ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിക്കാം. ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇങ്ങോട്ട് മടക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ സമാനമായിട്ട് താഴത്തെ വക്കും മടക്കും. നേരെ മുകളിലേക്ക് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് വേണമെങ്കിൽ മടക്കാം. അപ്പം ഈ ഒരു ആകൃതിയിലായിരിക്കും നമുക്കിപ്പം പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഈ 4 കോർണറിലും ഇങ്ങനെ ഓരോ ട്രയാങ്കിൾ പീസ് മാറിയിരിക്കും നമുക്ക് കാണാം. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ചെറിയ വെട്ടുമുണ്ട്, ട്രയാങ്കിൾ പീസും ഉണ്ട്. നമ്മൾ ചെയ്യുന്നത്
ഈ ഒരു ട്രയാങ്കിൾ പീസിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ പേപ്പറിൻ്റെ ഈ മടങ്ങിയിരിക്കുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ, ഈ ഫ്ലാപ്പ് ഒരു സ്വല്പം പൊക്കി കഴിഞ്ഞിട്ട് ഈ ട്രയാങ്കിളിനെ നമ്മൾ മടക്കുന്നു. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഫ്ലാപ്പ് ഇതിന് മുകളിലേക്ക് വെക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കടലാസാണല്ലോ, അപ്പോൾ അതിൽ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ പേപ്പറിനെ നമ്മൾ അല്പം ഒന്ന് പൊക്കി കഴിഞ്ഞിട്ട് ഈ ട്രയാങ്കുലർ പോർഷൻ നമ്മളെടുത്ത് ഇങ്ങനെ മടക്കുന്നു. അതിനുശേഷം ഈ പേപ്പർ ഇങ്ങോട്ട് വെക്കുന്നു. ഇതുപോലെ 4 വർക്കും നമ്മൾ ചെയ്യണം, 4 മൂലയും നമ്മൾ ചെയ്യണം. ഓരോ പ്രാവശ്യവും ഒരു ട്രയാങ്കിൾ മടക്കുക, പേപ്പർ അല്പം പൊക്കിയിട്ട് അതിനകത്തോട്ട് കയറ്റി വയ്ക്കുക. പേപ്പർ പൊക്കുന്നു, എന്നിട്ട് ട്രയാങ്കിൾ മടക്കുന്നു. അതുപോലെ ഇപ്പുറത്തെ സൈഡ് പേപ്പർ പൊക്കുക, ട്രയാങ്കിൾ ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. അതുപോലെ പേപ്പർ വെക്കുക, ട്രയാങ്കിളിനകത്ത് കയറ്റി വെക്കുക, അടയ്ക്കുക. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നൊരു പോക്കറ്റ് പോലെ ഉണ്ട്. ഇവിടെ ഒരു പോക്കറ്റ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് സാവകാശം ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ ഷേപ്പിൽ വരും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അമർത്തി കൊടുക്കുക. അമർത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഈ മൂല നമ്മൾ ഒന്ന് ഞെക്കുക. അതുപോലെ ഈ മൂലയും ഞെക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോൾ കിട്ടും, പേപ്പർ ബോൾ. സമചതുരത്തിലുള്ള ഒരു പേപ്പറിൻ്റെ പാത്രം നമുക്ക് കിട്ടും. ഇത് നമുക്ക് പല ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പറിൻ്റെ പാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാധനങ്ങൾ ഇട്ട് വെക്കുന്നതിനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതിനോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിനി നമ്മളുടെ ചിന്താവിഷയത്തിലേക്ക് കിടക്കാം. എന്തായിരുന്നു നമ്മളുടെ ചിന്താവിഷയം? ഭിക്ഷാപാത്രവുമായി നടക്കരുത്, അല്ലേ? ഇതൊരു പാത്രമാണല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പം ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പം വീട്ടിലൊക്കെ ഇങ്ങനെ മുമ്പിൽ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കയ്യിലൊരു പാത്രം ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടും അമ്മാ വല്ലതും തരണേ അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇന്നിപ്പം ആ ഒരു സ്റ്റൈലിലൊന്നും അല്ല ഈ ഭിക്ഷ യാചിക്കാനായിട്ട് വരുന്ന ആളുകൾ വരുന്നത്. കുറച്ച് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ബെഗിങ് ബൗൾ എന്നുള്ളൊരു പ്രയോഗം നമ്മളുടെ ഇതിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പം നമ്മളുടെ എന്താ ചിന്താവിഷയം? ഭിക്ഷാപാത്രവുമായി നടക്കരുത്, അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തോന്നും ഞങ്ങളെല്ലാം ഭിക്ഷാപാത്രമായിട്ടാണ് നടക്കുന്നത്, അല്ലേ? പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ എങ്ങനെയാണ് എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെയൊക്കെ ചിന്ത എന്താണ് പൊതുവേ? നമുക്കൊക്കെ എന്താണ് എനിക്ക് എന്നാ കിട്ടണം, അല്ലേ? നമുക്ക് കിട്ടണം, എനിക്കെന്ത് കിട്ടണം, എനിക്കിന്ന് എന്ത് വേണം, അല്ലേ? ഈ ഒരു രീതിയിലല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? എനിക്ക് കിട്ടേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ പറയുക, അങ്ങനെയല്ലേ ചെയ്യുന്നുള്ളത്? അങ്ങനെ അല്ലാതൊന്നും നമ്മൾ പ്രാർത്ഥിക്കാറില്ലല്ലോ പൊതുവേ. അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും ഒരു ഭിക്ഷാപാത്രവുമായിട്ട് നടക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി, അല്ലേ? അപ്പോഴും പറയുന്നത് എന്തിനാ? കിട്ടാൻ വേണ്ടി, ഇങ്ങനെയല്ലേ? അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ കിടക്കുന്നത് എവിടെയാണ്? കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഭിക്ഷക്കാർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അവരുടെ എല്ലാം ശ്രദ്ധ കിടക്കുന്നത് എവിടെയാണ്? കിട്ടുക, ഞങ്ങൾക്ക് വല്ലതും തരണേ, ഇങ്ങനെയല്ലേ ഭിക്ഷക്കാർ പറയുന്നത്? അപ്പം നമ്മളും ഇത് തന്നെ, നമ്മൾ കുറച്ചുകൂടെ ഗ്ലാമറായിട്ടുള്ള ഉടുപ്പൊക്കെ ഇടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് അതേ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്നതിനാ വല്ലതും തരണേ, ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? അപ്പം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളൊക്കെ ഒത്തിരിയുണ്ട്. ആ കഴിവുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതെ ഇല്ലാതെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് നമ്മൾ തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിക്ഷക്കാർ സാധാരണ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അവരുടെ കയ്യിലൊരു മുറിവ് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാരോട് എല്ലാവരും അയ്യോ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നേ, വല്ലതും തരണേ, അല്ലേ? അല്ലെങ്കിൽ ഒരു കാലിന് മുറിവ് പറ്റി, അല്ലെങ്കിൽ ഒരു കാലിനൊരു ചെറിയ മുടന്തുണ്ട്, അല്ലെങ്കിൽ ഒരു രോഗമുണ്ട്. അപ്പം ഇങ്ങനെ അസ്വസ്ഥതകൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക? അതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ട് പ്രദർശിപ്പിക്കും, അല്ലേ? അത് കഴിഞ്ഞിട്ട് പറയാം അയ്യോ ഇത് കണ്ടോ, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, എന്നെ സഹായിക്കണേ, ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെ ചെയ്യുന്നത്? നമുക്കിപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയാം അയ്യോ എനിക്ക് ആ പ്രശ്നം ഉണ്ടായേ എന്ന് പറഞ്ഞ് കരയുമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ പ്രവൃത്തി ഭിക്ഷക്കാരുടെ പ്രവൃത്തിയിൽ നിന്ന് വല്ല രീതിയിലും വ്യത്യസ്തമുള്ളവരാണോ? അല്ലല്ലോ. അപ്പം നമ്മൾ ഭിക്ഷക്കാരായിട്ട് ജീവിക്കാനാണോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്?
ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ജീവിക്കുന്നതോ വെറും ഭിക്ഷക്കാരായിട്ടല്ലേ? നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം നമ്മളിങ്ങനെ ഊതി പെരുപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ കാണിച്ച് അയ്യോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹായവും സിമ്പതിയും പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം അല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മളിങ്ങനെ കയ്യിലൊരു പാത്രവുമായിട്ട് വലുതും തരണേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭിക്ഷക്കാരുടെ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്നു മുതൽ തീരുമാനം എടുക്കുക. നമ്മൾ ഇങ്ങനെ എനിക്ക് തരണേ ഈ രീതിയിലുള്ളൊരു ജീവിതം നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്കൊരു ഇതില്ല, നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ആ കഴിവുകൾ ഉപയോഗിച്ച് കൊണ്ട് ജീവിതത്തിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഓരോ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമ്മളങ്ങ് തീരുമാനിക്കുക. അപ്പം ഒരേ പ്രശ്നങ്ങളുള്ള, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലും പോലും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. അപ്പോൾ അവരാരും ഞങ്ങൾക്ക് കാലുകളില്ല കൈകളില്ല എന്ന് പറഞ്ഞ് കരയാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് എന്ന് അന്വേഷിച്ചിട്ട് അതിനെ അവർ ചെയ്ത് മറ്റുള്ളവർക്ക് ഉത്തേജനമായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പം ഇതിൽ ഏത് തരത്തിലുള്ള ആളാകണം നമ്മളെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് തരത്തിലുള്ള ആളായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഭിക്ഷാപാത്രമായിട്ട് നടക്കുന്ന ആളാണോ, അതോ അങ്ങനെയല്ലാതെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരാനുള്ള ഒരാളായിട്ടാണോ? അപ്പം തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. എന്തായാലും ഇന്നത്തെ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ഭിക്ഷാപാത്രം ഇല്ലാതെ നടക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കും എന്ന ഒരു ചിന്തയോടുകൂടി ഞാൻ ഈ ചിന്താവിഷയം കൂടി അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ആക്ടിവിറ്റിയും ചിന്താവിഷയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ചിന്താവിഷയവും പുതിയൊരു ആക്ടിവിറ്റിയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾക്കും ക്രിയാത്മകമാകാം, പ്രദർശിപ്പിക്കാം. നിങ്ങളുടെ സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പിരിയാനുള്ള വേള. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.